ഒരു നടി അല്ലെങ്കിൽ ഒരു നടൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ മലയാള താരങ്ങളുടെ ആരാധകർ നടത്തുന്ന ഇത്തരം ഓൺലൈൻ ആക്രമണങ്ങൾ ഈ സൂപ്പർ താരങ്ങൾ വിചാരിച്ചാൽ നിർത്താൻ കഴിയുന്നതല്ലേ? ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ വിജയ് ഫാൻസ് അങ്ങനെ ചെയ്തപ്പോ മര്യാദ കൈവിട്ട ഫാൻസ് അസോസിയേഷൻ പിരിച്ചുവിടുമെന്ന് തന്നെ വിജയ് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലും അതിന് ഒരു സാധ്യതയുണ്ടല്ലോ. അല്ല, ലാലേട്ടനും മമ്മൂക്കയും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. മമ്മൂക്ക എനിക്ക് ഈ പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്താണ് എന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തു തന്നു. പക്ഷെ ട്രെയിലർ ലോഞ്ച് ചെയ്ത് 10 മണിക്കൂറിന് മുമ്പ് ആ ട്രെയിലർ എല്ലാ പ്ലാറ്റ്ഫോമിലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും മമ്മൂക്ക അത് വീണ്ടും റീലോഞ്ച് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ അറിയണം. ഇത് ഫസ്റ്റ് സ്റ്റേജ് മുതൽ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. മനസ്സിലായില്ലേ? ഒരു സാധനം നമ്മള് ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ആയി പോവാന്നുള്ളത് ഞങ്ങൾ അന്നൊരു സൈബർ കംപ്ലൈന്റും കൊടുത്തിരുന്നു. നമ്മൾ എന്തിന് ഇത് കൊണ്ടുപോകണം? ഞാൻ ഈ രണ്ട് പക്ഷത്തിന്റെ ഭാഗമല്ല, ഞാൻ ഈ പറയുന്ന അമ്മയുടെ ഭാഗമല്ല, അല്ലെങ്കിൽ ഞാൻ WCCയുടെ ഭാഗമല്ല, ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമല്ല. ഞാനൊരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറാണ്. ഒരു ഏർണസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ മേക്കിംഗ് ഫിലിംസ് ആൻഡ് ഇല്ലെങ്കിൽ എന്റെ കാശ് മുടക്കി ഞാൻ അത് ചെയ്യില്ല. എന്നോട് പലരും പറഞ്ഞു, നിങ്ങൾ പൈസ മുടക്കിന്ന് വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ 100 രൂപ മുടക്കി പോയി കാണണമെന്ന്. നിങ്ങൾ കാണണം, കണ്ടിട്ട് വേണം വിലയിരുത്താൻ. കാണാതെ വല്ലവരും പറയുന്ന പോലെ ഇങ്ങനെ വിലയിരുത്തി. എന്റെ പാട്ടിന് ഇതുപോലെ ഡിസ്ലൈക്ക് അടിച്ചു. ഇന്ത്യൻ സിനിമ ഹിസ്റ്ററിയിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് എനിക്ക് നടക്കുന്നു. ഐ ആം ദ ചോസൺ വൺ. ഐ ഡോണ്ട് നോ വൈ, ബട്ട് എനിവേ ഐ ആം ദ ചോസൺ വൺ. പാർവതിയുടെ കടുത്ത നിലപാടുകൾ മൈ സ്റ്റോറിയെ ബാധിച്ചെന്ന് പറയുമ്പോൾ ഒരു അഭിനേതാവിന്റെ നിലപാടുകളാണ് സിനിമയുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഉണ്ടാവാം. അതിന് നമുക്കൊരു പബ്ലിക് ഇമേജ് ഉണ്ട്. there is a പബ്ലിക് ഇമേജ്. അതിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അവരുടെ പേഴ്സണൽ സ്പേസ് എന്താന്ന് പലർക്കും ആർക്കും അറിഞ്ഞൂടാ. only they know is what is shown to them. അപ്പം ഇങ്ങനെ അവരുടെ പേഴ്സണൽ സ്പേസ് അവരൊരു കമന്റ് എടുക്കും. ദിസ് ഇസ് എൻ എക്സാമ്പിൾ. ഞാൻ വിചാരിച്ചില്ല അത് ഇത്രയ്ക്ക് പ്രശ്നം വരുന്നത്. WCCയുടെ പ്രധാന അംഗങ്ങളിൽ ഒരാളായ പാർവതി ഉൾപ്പെടുന്ന പരാതി ആയതുകൊണ്ടാണോ വനിതാ സംഘടന ഈ പ്രശ്നത്തോട് മുഖം തിരിച്ചത്? എനിക്കറിയില്ല. ബാക്കി എല്ലാത്തിനും മുമ്പിൽ പറയുന്നത് ഇപ്പൊ വിക്ടിം ഞാനാണ്. അവരുടെ ഗ്രൂപ്പിലെ ഏറ്റവും വലിയൊരു ആളെ ഇതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റ് ഒക്കെ നോക്കാം. ഇറ്റ് വെരി ക്ലിയർലി ഷോസ് പാർവതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. WCC എന്ന് പറയുന്നത് അപ്പൊ അവര് ക്ലിയർ ആയിട്ട് പറയണം, കുറച്ച് പേരുടെ അംഗമാണ്, അവർക്ക് മാത്രമേ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. ബാക്കി ലേഡീസ് ആർ നോട്ട് ഇൻവൈറ്റഡ്. Nobody is asking. They are asking me. These questions should be asked to them. ആദ്യമായാണ് മലയാള സിനിമയിൽ ഒരു ചിത്രത്തിനതിലെ അഭിനേതാക്കളുടെ നിലപാടുകൾ കാരണം ഇത്രയധികം നെഗറ്റീവ് പ്രതികരണങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വരുന്നത്. 2 വർഷം സമയമെടുത്ത് 18 കോടി മുടക്കി ചെയ്ത ആദ്യ ചിത്രം ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എന്താണ് മൈ സ്റ്റോറിയെ സംബന്ധിച്ച് മുൻപോട്ടുള്ള തീരുമാനം? ഞാൻ എന്റെ ഫൈറ്റ് ഞാൻ ചെയ്യും, ഞാൻ തുടരും. എന്റെ കാര്യം നാട്ടുകാരാണ് തീരുമാനിക്കുന്നത് പടം കാണണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ നാട്ടുകാരിലേക്ക് ഇതിന്റെ ന്യൂസ് എത്തണം, ഇതിനെന്താണ് സത്യാവസ്ഥ എന്ന് എത്തണം. അതിനാണ് ഞാൻ മീഡിയക്കാരെ ഞാൻ ക്ഷണിച്ചത്. എന്താന്ന് വെച്ചാല് ഇവര് പറഞ്ഞ് പകർത്തുന്ന കാര്യം 1. 2, സിനിമ ഫ്രെറ്റേണിറ്റി അറിയേണ്ടതിന് ഇന്ന് ഇത് എനിക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ ഇത് ആർക്കും സംഭവിക്കാം. ഞാൻ ഇന്ന് വരുന്നു, പുതിയൊരാളാണ്, എല്ലാം ശരി. പക്ഷെ എനിക്ക് ഇന്നത് സംഭവിക്കാമെങ്കിൽ നാളെ ഇത് ആർക്കും സംഭവിക്കാം. സോ ഐ എക്സ്പെക്ട് എംപത്തി, ഐ എക്സ്പെക്ട് സപ്പോർട്ട്. അപ്പൊ അതെനിക്ക് തന്നിട്ടുമുണ്ട്. ഇന്നലെ ചക്കേന്നും ലാലേട്ടനും അമ്മേനും ഇടവേള ബാബുചേട്ടൻ എല്ലാവരും എനിക്ക് അതിനുള്ള സപ്പോർട്ട് തന്നിട്ടുണ്ട്. അവർ ഇന്ന് മുതൽ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടിനും നിൽക്കാൻ പോവാണ്. എന്താ വെച്ചാൽ ഇത് ഞാൻ അല്ലെങ്കിൽ റോഷ്നി ദിനകർ എന്ന് പറയുന്ന പേഴ്സന്റെ തോൽവിയല്ല, സിനിമ എന്ന് പറയുന്നതിന്റെ തോൽവിയാണ്. സിനിമ ഫ്രെറ്റേണിറ്റി, സിനിമ ഇൻഡസ്ട്രിയുടെ തോൽവിയാണ്. എന്തോ ഒരു തോട്ട്സോ വേർഡ്സോ ആൾക്കാർ പറഞ്ഞെന്ന് വെച്ച് ഒരു പടത്തിനെ കൊല്ലാൻ ശക്തി ഉണ്ടോ, കൊല്ലാൻ പാടുണ്ടോ? ആൻഡ് ആൾക്കാരോട് എനിക്ക് ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പടം ഉണ്ടാക്കുന്ന നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഒക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്നോടും ചോദിച്ചിട്ടുണ്ട് പല മീഡിയക്കളും, പൈസ കൊടുത്താൽ നന്നായി ഏത് മോശമായി? ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മൾ നിന്നിട്ടില്ല. ആരെങ്കിലും പൈസ കൊടുത്താൽ ഇതിനെക്കുറിച്ച് മോശമായി എഴുതിച്ചാൽ എഴുതുന്ന ടൈപ്പ് ഒരു സാധനത്തിന്റെ ബേസ്ഡ് ആയിട്ടാണോ നിങ്ങളുടെ തീരുമാനങ്ങൾ ഒരു പടം കാണാനും കാണാതിരിക്കാനും? ഇതുവരെ പൃഥ്വിരാജും പാർവതിയും അഭിനയിച്ച പടങ്ങൾ നിങ്ങൾ എല്ലാവരും ആസ്വദിച്ചിട്ട് ഓൺലൈനിൽ ഒരു സാധനം ഇങ്ങനെ വന്ന് ഭയങ്കര നെഗറ്റീവ് ക്യാമ്പയിൻ വന്ന് നാട്ടുകാർ അത് വിശ്വസിച്ചാണോ പടം കാണാതിരിക്കുന്നത്? അപ്പൊ ഇത്രയും നാള് ഇവരൊക്കെ ചെയ്ത വർക്കിന്റെ ക്രെഡിബിലിറ്റി എവിടെ പോയി? മൈ സ്റ്റോറിയുടെ തിരക്കഥ സംഭാഷണം ആരാണ്? സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ അത് കൊടുത്തിട്ടില്ല. അത് കൊടുത്തിട്ടില്ലാത്തല്ല, നമ്മളെല്ലായിടത്തും അത് കൊടുത്തിട്ടുണ്ട്. സിനിമയ്ക്കകത്ത് ബൈ മിസ്റ്റേക്ക് ഇതായി പോയതാണത്. ഫൈനൽ DIന് വന്ന സമയത്ത് എന്തോ പ്രശ്നം പറ്റി മാറിപ്പോയതാണ്. ബട്ട് ഇറ്റ് ഇസ് ദെയർ എവറിവെയർ. നമ്മുടെ പേപ്പർ ആഡ്സിലാണെങ്കിലും ഓഡിയൻസിലാണെങ്കിലും എല്ലായിടത്തും കൃത്യമായിട്ടുണ്ടല്ലോ അത് ശങ്കരാമകൃഷ്ണനാന്നുള്ളത്. നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു കാര്യമാണ് മെയിൻ ആയിട്ടും പറയുന്നത്, ശങ്കരാമകൃഷ്ണന്റെ പേര് വിട്ടുപോയി എന്നുള്ളത്.
ഇതല്ല മെയിൻ ആയിട്ട് കാര്യം പറയുന്നത്. ഞങ്ങൾ ഇത് ഓൾറെഡി കംപ്ലീറ്റ് കൊടുത്തു, സെൻസറിന് അപ്രൂവ് ആയി, അത് ഇനി അപ്ലോഡ് ആവും. ഇതിന് പ്രോസസ് ഉണ്ട്. നമ്മൾ ഫ്രൈഡേ ആണ് പടം റിലീസ് ചെയ്തത്. ഫ്രൈഡേ ആണ് നമ്മൾ അറിയുന്നത്, ഞാൻ അറിയുന്നത്. ആക്ച്വലി എല്ലാവരും ശ്രദ്ധിച്ചത് അന്നാണ്. ആസ് ഡയറക്ടർ പ്രൊഡ്യൂസർ കണ്ടത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ. ഒരു പുതിയ ചെറിയ അസിസ്റ്റന്റ് ഡയറക്ടറോ അങ്ങനെ വല്ല ആണെങ്കിൽ ആൾക്കാർ മറക്കും. പക്ഷെ ശങ്കരാമേഷിന്റെ പേര് മറക്കുമോ വിട്ടുപോകുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് വെൻ ഐ ഗോട്ട് ടു നോ ഇൻ ദ മോർണിംഗ്, ഞാൻ രാവിലെയാണ് ഞാൻ അറിയുന്നത്. ഞാൻ അന്നും കൊച്ചി എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കൊച്ചി ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൊച്ചി എത്തി, ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ഇമ്മീഡിയറ്റ്ലി ഉണ്ണികൃഷ്ണൻ സാറിനെ വിളിക്കുന്നു, ഞാൻ ഷാജി നടേശിനെ വിളിക്കുന്നു, എല്ലാവരെയും വിളിച്ച് നമ്മൾ ഇങ്ങനൊരു സംഭവം നടന്നുണ്ട്, എന്താ ഇപ്പൊ ചെയ്യാ. അപ്പൊ പിന്നെ പ്രതിഭ മാഡമിനെ വിളിക്കുന്നു, അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് സെൻസർ. അപ്പൊ വീണ്ടും വന്ന് സെൻസർ ഫുള്ള് വീണ്ടും കൊടുക്കാം. സെൻസർ വീണ്ടും കൊടുത്തു ഇന്നലെ. അത് ഇറ്റ്സ് എ ഹോൾ പ്രോസസ് അഗൈൻ. സോ അത് കഴിഞ്ഞു. ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി ഓൾസോ, എ ലോട്ട് ഓഫ് പ്രോസസ് ഓൾസോ. സോ ഇറ്റ്സ് ഡൺ ഫൈനലി യെസ്റ്റർഡേ. ഈ ഒരാഴ്ച ദിവസത്തെ വ്യത്യാസത്തില് പൃഥ്വിരാജ് പാർവതി ടീം തന്നെ കൂടെ എന്ന സിനിമ ഇറങ്ങുന്നുണ്ട്. ആ സിനിമയ്ക്കും പാർവതിയുടെ ആരാധകർ ഇതേ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്കറിയില്ല. See, I don't know about other films. The only thing I know is my film. And I'm struggling here to get my movie to be watched by the people. ആൾക്കാർ സിനിമ എങ്ങനെ കാണുന്നതിനേക്കാൾ മുമ്പിൽ അതിന് വിധിയെത്തിയത് കൊള്ളില്ലെന്ന് പറയുകയാണ്. ഡേ 1 മുതൽ. ഞാനത് ഫ്രൈഡേ തന്നെ പറയണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ സാറ്റർഡേ സൺഡേ പ്രസ് ക്ലബ് ഒക്കെ ഹോളിഡേ ആയ കാരണമാണ് ഞാൻ പിന്നെ മൺഡേ ആക്കിയത് പ്രസ് മീറ്റ്. സിനിമ ഇറങ്ങിയ ദിവസം രാവിലെ തന്നെ, ദാറ്റ് ഈസ് 9:40 ആകുമ്പോൾ ആദ്യത്തെ ഷോ. അപ്പൊ ബൈ 11:30 എന്ത് വന്നാലും ഒരു ഷോ പോലും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ബിറ്റ്വീൻ 11 o'clock and 11:40 ഇറങ്ങിയ ഓഡിയോ ക്ലിപ്പ് വിച്ച് മെയ്ഡ് റൗണ്ട്സ് എവ്രിവെയർ. മൈ സ്റ്റോറി ഒരു കൂതറ പടമാണ്, കാണരുത്, അയ്യേ ഇത്ര മോശ പടം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ബിഫോർ ദ മൂവി ഈവൻ ഗോട്ട് കംപ്ലീറ്റഡ്. അതിന് 2 ദിവസം മുമ്പേ മുതൽ തുടങ്ങിയ പ്രോപ്പഗാൻഡ. പാർവതി ഫെമിനിറ്റിയുടെ പടം വരുന്നുണ്ട്, നമ്മൾ അതിനെ പൊട്ടിച്ചു കളയണം എന്നുള്ള പ്രോപ്പഗാൻഡ. ദ മെസ്സേജ് ഇസ് വാട്ട് ഐ എം ഗെറ്റിംഗ് ഓൺ മൈ FB പേജ്. ദാറ്റ് ഓൾസോ യെസ്, ഈവൻ യു കെൻ ചെക്ക്. ഞാൻ മാത്രം നോക്കേണ്ട കാര്യമില്ല, നിങ്ങളും എന്റെ FB പേജും മൈ സ്റ്റോറി പേജൊക്കെ എടുത്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. ഒരു കാര്യമുണ്ട്, ഞാൻ പറയട്ടെ, കൃത്യയും പാർവതിയും കൂടെ നിൽക്കുന്നില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ഫൈറ്റ് നിൽക്കുമ്പോൾ രണ്ടുപേരും തിരക്കാണ്. പക്ഷെ ഇപ്പൊ അവർ എന്റെ കൂടെ നിൽക്കണായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നോർമൽ സീൻ ഇറ്റ്സ് ഓക്കെ, അവർ തിരക്കായിരുന്നു, നമ്മളിപ്പോ റിലീസ് ചെയ്യുന്നു, അത് ഓക്കെയാണ്. ഗോഡിക്കാണെങ്കിൽ അവർ ഇതുവരെ ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നോട് പറഞ്ഞിരുന്നു, ഇന്നലെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു 30 വീഡിയോസ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഇപ്പം അങ്ങനെ ഒരു വീഡിയോ കൊണ്ട് കാര്യം വരുന്നില്ല. ഇപ്പം അവര് മുമ്പിലേക്ക് എന്റെ കൂടെ വന്നിട്ട് ഇപ്പം they will have to fight it out. ഇതല്ല കാര്യം, പ്ലീസ് വാച്ച് ദ ഫിലിം എന്ന്. പടത്തിന് മുമ്പേ ഇതൊക്കെയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. ഞാൻ എന്താ വിചാരിച്ചാൽ നല്ല പടമാണെങ്കിൽ ഓടും, അല്ലെങ്കിൽ ഓടില്ല. ഇതങ്ങനെയാണ്. ഇത് പടം ഇറങ്ങുന്നേക്കാളും മുമ്പിലാണ്. ഞാനത് പറയുകയും ചെയ്തു, നല്ല പടമാണെങ്കിൽ ഓടും, അല്ലെങ്കിൽ ഓടില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് പടം പോലും കാണാൻ ആൾക്കാരെ സമ്മതിക്കില്ല. ഓൾറെഡി manipulated the minds of people saying that the movie is bad. പക്ഷെ ലൈഫ് ലോങ് ഏത് സിനിമയ്ക്ക് നിൽക്കുന്ന ഒരു ന്യൂസാണ് ഈ സൈബർ ആക്രമണത്തിൽ ഒരു പടം അതിന്റെ വില നഷ്ടപ്പെടുക എന്നുള്ളത്. That is a big news. Why are you not focusing on that news? Why are you bothered about why Prithvi and Parvati didn't come for the promotion? Issue is not that cyber attack. It is a very big issue. Today my movie is facing, tomorrow any film can face. So this is the issue I want you to focus on. This is the issue. Let the people know that it is not not right whatever that is shown on the social media. ഇപ്പൊ ജെന്യൂൻ ആയിട്ട് സിനിമയുടെ പാർവതി അമേരിക്കയിലാണ്. ആ കുട്ടി എവിടെയാണ് വന്ന് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ലൂസിഫറിന്റെ തിരക്കിലാണ്. ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇന്നലെ, ഇപ്പൊ അവർ എന്റെ കൂടെ നിൽക്കണായിരുന്നു, ഇപ്പൊ വരുന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് എന്റെ വിഷമം കൊണ്ടാണ് പറഞ്ഞത്, അല്ലാണ്ട് കംപ്ലൈന്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. ആദ്യമായാണ് മലയാള സിനിമയിൽ ഒരു ചിത്രത്തിനതിലെ അഭിനേതാക്കളുടെ നിലപാടുകൾ കാരണം ഇത്രയധികം നെഗറ്റീവ് പ്രതികരണങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വരുന്നത്. 2 വർഷം സമയമെടുത്ത് 18 കോടി മുടക്കി ചെയ്ത ആദ്യ ചിത്രം ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എന്താണ് മൈ സ്റ്റോറിയെ സംബന്ധിച്ച് മുൻപോട്ടുള്ള തീരുമാനം? ഞാൻ എന്റെ ഫൈറ്റ് ഞാൻ ചെയ്യും, ഞാൻ തുടരും. എന്റെ കാര്യം നാട്ടുകാരാണ് തീരുമാനിക്കുന്നത് പടം കാണണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ നാട്ടുകാരിലേക്ക് ഇതിന്റെ ന്യൂസ് എത്തണം, ഇതിനെന്താണ് സത്യാവസ്ഥ എന്ന് എത്തണം. അതിനാണ് ഞാൻ മീഡിയക്കാരെ ഞാൻ ക്ഷണിച്ചത്. എന്താന്ന് വെച്ചാല് ഇവര് പറഞ്ഞ് പകർത്തുന്ന കാര്യം 1. 2, സിനിമ ഫ്രെറ്റേണിറ്റി അറിയേണ്ടതിന് ഇന്ന് ഇത് എനിക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ ഇത് ആർക്കും സംഭവിക്കാം. ഞാൻ ഇന്ന് വരുന്നു, പുതിയൊരാളാണ്, എല്ലാം ശരി. പക്ഷെ എനിക്ക് ഇന്നത് സംഭവിക്കാമെങ്കിൽ നാളെ ഇത് ആർക്കും സംഭവിക്കാം. സോ ഐ എക്സ്പെക്ട് എംപത്തി, ഐ എക്സ്പെക്ട് സപ്പോർട്ട്.
അപ്പൊ അതെനിക്ക് തന്നിട്ടുമുണ്ട്. ഇന്നലെ ചക്കേന്നും ലാലേട്ടനും അമ്മേനും ഇടവേള ബാബുചേട്ടനും എല്ലാരും എനിക്ക് അതിനുള്ള സപ്പോർട്ട് തന്നിട്ടുണ്ട്. അവര് ഇന്ന് മുതൽ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടിനും നിൽക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ ഇത് ഞാൻ അല്ലെങ്കിൽ റോഷ്നി ദിനകർ എന്ന് പറയുന്ന പേഴ്സന്റെ തോൽവിയല്ല, സിനിമ എന്ന് പറയുന്നതിന്റെ തോൽവിയാണ്. സിനിമ ഫ്രെറ്റേണിറ്റി, സിനിമ ഇൻഡസ്ട്രിയുടെ തോൽവിയാണ്. എന്തോ ഒരു തോട്ട്സോ വേർഡ്സോ ആൾക്കാർ പറഞ്ഞെന്ന് വെച്ച് ഒരു പടത്തിനെ കൊല്ലാൻ ശക്തി ഉണ്ടോ, കൊല്ലാൻ പാടുണ്ടോ? ആൻഡ് ആൾക്കാരോട് എനിക്ക് ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പടം ഉണ്ടാക്കുന്ന നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഒക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്നോടും ചോദിച്ചിട്ടുണ്ട് പല മീഡിയക്കളും, പൈസ കൊടുത്താൽ നന്നായി ഏത് മോശമായി. ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മൾ നിന്നിട്ടില്ല. ആരെങ്കിലും പൈസ കൊടുത്താൽ ഇതിനെക്കുറിച്ച് മോശമായി എഴുതിച്ചാൽ എഴുതുന്ന ടൈപ്പ് ഒരു സാധനത്തിന്റെ ബേസ്ഡ് ആയിട്ടാണോ നിങ്ങളുടെ തീരുമാനങ്ങൾ ഒരു പടം കാണാനും കാണാതിരിക്കാനും? ഇതുവരെ പൃഥ്വിരാജും പാർവതിയും അഭിനയിച്ച പടങ്ങൾ നിങ്ങളെല്ലാവരും ആസ്വദിച്ചിട്ട് ഓൺലൈനിൽ ഒരു സാധനം ഇങ്ങനെ വന്ന് ഭയങ്കര നെഗറ്റീവ് ക്യാമ്പയിൻ വന്ന് നാട്ടുകാർ അത് വിശ്വസിച്ചാണോ പടം കാണാതിരിക്കുന്നത്? അപ്പൊ ഇത്രയും നാള് ഇവരൊക്കെ ചെയ്ത വർക്കിന്റെ ക്രെഡിബിലിറ്റി എവിടെ പോയി? ഒരു നടി അല്ലെങ്കിൽ ഒരു നടൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ മലയാള താരങ്ങളുടെ ആരാധകർ നടത്തുന്ന ഇത്തരം ഓൺലൈൻ ആക്രമണങ്ങൾ ഈ സൂപ്പർ താരങ്ങൾ വിചാരിച്ചാൽ നിർത്താൻ കഴിയുന്നതല്ലേ? ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ വിജയ് ഫാൻസ് അങ്ങനെ ചെയ്തപ്പോ മര്യാദ കൈവിട്ട ഫാൻസ് അസോസിയേഷൻ പിരിച്ചുവിടുമെന്ന് തന്നെ വിജയ് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലും അതിന് ഒരു സാധ്യതയുണ്ടല്ലോ. അല്ല, ലാലേട്ടും മമ്മൂക്കയും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. മമ്മൂക്ക എനിക്ക് ഈ പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തു. പക്ഷെ ട്രെയിലർ ലോഞ്ച് ചെയ്ത് 10 മണിക്കൂറിന് മുമ്പ് ആ ട്രെയിലർ എല്ലാ പ്ലാറ്റ്ഫോമിലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും മമ്മൂക്ക അത് വീണ്ടും റീലോഞ്ച് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ അറിയണം. ഇത് ഫസ്റ്റ് സ്റ്റേജ് മുതൽ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. മനസ്സിലായില്ലേ? ഒരു സാധനം നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ആയി പോവാന്നുള്ളത് ഞങ്ങൾ അന്നൊരു സൈബർ കംപ്ലൈന്റും കൊടുത്തിരുന്നു. നമ്മൾ എന്തിന് ഇത് കൊണ്ടുപോകണം? ഞാൻ ഈ രണ്ട് പക്ഷത്തിന്റെ ഭാഗമല്ല, ഞാൻ ഈ പറയുന്ന അമ്മയുടെ ഭാഗമല്ല, അല്ലെങ്കിൽ ഞാൻ WCCയുടെ ഭാഗമല്ല, ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമല്ല. ഞാനൊരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറാണ്. ഒരു ഏർണസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ മേക്കിംഗ് ഫിലിംസ്. ആൻഡ് ഇല്ലെങ്കിൽ എന്റെ കാശ് മുടക്കി ഞാൻ അത് ചെയ്യില്ല. എന്നോട് പലരും പറഞ്ഞു, നിങ്ങൾ പൈസ മുടക്കിന്ന് വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ 100 രൂപ മുടക്കി പോയി കാണണമെന്ന്. നിങ്ങൾ കാണണം, കണ്ടിട്ട് വേണം വിലയിരുത്താൻ. കാണാതെ വല്ലവരും പറയുന്ന പോലെ ഇങ്ങനെ വിലയിരുത്തി. എന്റെ പാട്ടിന് ഇതുപോലെ ഡിസ്ലൈക്ക് അടിച്ചു. ഇന്ത്യൻ സിനിമ ഹിസ്റ്ററിയിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് എനിക്ക് നടക്കുന്നു. ഐ ആം ദ ചോസൻ വൺ. ഐ ഡോണ്ട് നോ വൈ, ബട്ട് എനിവേ ഐ ആം ദ ചോസൻ വൺ. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.